പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1201 ചിങ്ങമാസം 30 അതായത് 2025 സെപ്റ്റംബർ മാസം 15 ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കന്നിയിൽ ബുധന് അത്യുച്ചമാണ്. കന്നി 15 ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി, അത്യുച്ചമാണ് കന്നി 15. ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുകൊണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല. ബുധൻ കേവലം 18 ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക. പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല. ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാണ് ബുധൻ. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ്, ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ 18 ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ്. മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു. മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ. ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ 7ാം രാശിയായ മീനം രാശി. മീനം 15 ബുധൻ അതിനീചത്തെ ഉണ്ടാക്കുന്നത്. ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം? ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ബുധൻ ദുർബലമായാൽ, നീചസ്ഥനായാൽ, മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക. അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും, മോശമായിരിക്കും. പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ. ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ. ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത്. അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ബുധൻ ഉച്ചസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ട്ഫുള്ളായി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ശേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു. ഈ 18 ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ്. പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതരക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി, അല്ലെങ്കിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം. ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം. ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം, അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ചാരവശാൽ ബുധൻ കന്നിയിൽ നിൽക്കുന്നു. അത് കുംഭത്തിൻ്റെ അഷ്ടമഭാവമാണെന്ന് പ്രത്യേകം അറിയുക. അഷ്ടമം ജ്യോതിഷത്തിൽ അത്ര നല്ല ഭാവമല്ല, ദോഷപ്പെട്ട ഭാവമാണ്. പക്ഷേ അഷ്ടമത്തിൽ ഏത് ശുഭഗ്രഹം നിന്നാലും പാപഗ്രഹം നിന്നാലും വളരെ ദോഷം ഫലം പറയും. പക്ഷേ അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ അത് വളരെ നല്ലതാണ്. വിശ്രുത ഗുണാഹ, നല്ല ഗുണങ്ങളാൽ ഒരു വ്യക്തി അംഗീകരിക്കപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വിശ്രുത ഗുണാഹ, പേരുകേട്ട പ്രശസ്തിയുള്ള ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും എന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. അതിനുമുമ്പ് എന്താണ് കുംഭൻ രാശി? അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 5ാം ഭാവാധിപനാണ് കുംഭൻ രാശിക്കാർ.
സന്താനമാണ്, ബുദ്ധിയാണ്. അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ ധാരാളം ഗുണങ്ങൾ വരും എന്ന് ഞാൻ പറഞ്ഞു. ശതം ജീവനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിസ്തുതാഹ. ഒരു വ്യക്തി 8-ൽ ബുധൻ നിൽക്കുമ്പോൾ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പഠനത്തിനായി വിദേശത്ത് പോകും, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാം, അവർക്ക് വളരെ പേരും പ്രശസ്തിയും ഉണ്ടാകും. അല്ലെങ്കിൽ വിദേശത്ത് പോയ കുട്ടികൾ തിരിച്ച് വന്ന് ഡോക്ടറേറ്റൊക്കെ നേടി വലിയ ശമ്പളത്തിലൊക്കെ വന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുവാൻ ഈ ബുധൻ സഹായിക്കും. 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 18 ദിനം പഠിച്ചവർക്ക് ജോലി, അല്ലെങ്കിൽ പഠിക്കാൻ വിദേശത്ത് പോകുന്നവർക്ക് അതിൻ്റേതായ സാങ്കേതികമായ അതിൻ്റേതായ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഈ ബുധൻ നന്നായി കുംഭൻ രാശിക്കാർക്ക് നൽകും. നിധാനം നിർവാത് വിക്രയാത്വാ ലബന്ധേ. തൻ്റെ ഉത്സാഹത്തിലൂടെ തനിക്ക് രാജാവ് ഇരിപ്പിടം തരും, കസേര തരും, പരാക്രമം പ്രകടിപ്പിക്കാം. യുവത്യുത്സവം, യുവതികളുമായി ഉത്സവം ചെയ്യുമെന്നാണ്. ധാരാളം സ്ത്രീകളുടെ സംസർഗമൊക്കെ വരാം. ക്രീഡനം, അല്ലേ, പ്രീതിമന്ദ. അവസാനം എല്ലാ വിഷയത്തിലേക്കും പ്രീതി ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, മക്കൾക്ക് വിദേശത്ത് പോകാം, അവർ വിദേശത്ത് പോയി നന്നായി പഠിച്ച് നന്നായി വരും, ജോലി ലഭിക്കുമെന്നൊക്കെ നാം പറഞ്ഞു. പക്ഷേ 5-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ ഇവിടെ സൂര്യനോട്, മാരകസ്ഥാനാധിപനായ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മക്കളുടെ ആരോഗ്യം. നിർബന്ധമായും കുംഭൻ രാശിക്കാർ ഈ 18 ദിവസക്കാലം 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും 12 വയസ്സ് മുതലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. മക്കൾക്ക് നമ്മുടെ ജാതകപ്രകാരം ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഗുഹ്യസന്ധമായ രോഗങ്ങൾ, ത്വഗ് രോഗങ്ങൾ, ഗുഹ്യഭാഗങ്ങളൊക്കെ വരും. മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തേക്കുമ്പോൾ പാട് വരും. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ബുധൻ ഉണ്ടാക്കും. കാരണം ബുധൻ ആരാണ്? അഷ്ടമാധിപനാണ്. അതിൻ്റേതായ ദോഷം എത്ര ശക്തമായാലും ആഗ്രഹം ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. പൈൽസ് രോഗികളൊക്കെ ധാരാളം ശ്രദ്ധിക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാവട്ടെ. ഇവിടെ മന്ത്രപതിയാണ്. ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥന, അതിനെ നന്നായി ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചനയും നരസിംഹക്ഷത്തിൽ വഴിപാടായി സമർപ്പിക്കുക. നന്ദി, നമസ്കാരം.